ചെങ്ങരോത്ത് പഞ്ചായത്ത് അംഗം KP മുഹമ്മദും മകനും വാഹനാപകടത്തിൽ മരണപ്പെട്ട് ഒരു മാസം തികയുമ്പോഴും സംഭവം സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ല. കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഇദ്ദേഹം കടിയങ്ങാടിനടുത്ത എട്ടയാറിൽ ടിപ്പർ ലോറി ഇടിച്ച് മരണപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബർ 8 ഞായറാഴ്ചയായിരുന്നു കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത കടിയങ്ങാട്ട് വെച്ച് ചെങ്ങരോത്ത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മുഹമ്മദ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മകൻ മിഷാലും അപകടത്തിൽ മരിച്ചു. റോഡിന്റെ അരികു ചേർന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരും ടിപ്പർ ലോറി ഇടിച്ചു മരണപ്പെട്ടതിൽ അന്ന് തന്നെ ദുരൂഹത ഉണ്ടായിരുന്നു. മണൽ മാഫിയാണ് അപകടം വരുത്തിയതിന് പിന്നിലെന്ന് ആരോപണമുയർന്നു. എന്നാൽ ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതിയുണ്ടായിട്ടില്ല. പന്തിരിക്കര പെൺവാണിഭം അന്വേഷിക്കാൻ മുസ്ലിം ലീഗ് ചുമതലപ്പെടുത്തിയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് കൂടിയായിരുന്നു KP മുഹമ്മദ്. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് മുഹമ്മദിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ഇതിനിടെ പന്തിരിക്കര പെൺവാണിഭം സംബന്ധിച്ച് ഖത്തറിലെ ഒരു ബിസിനസ്സുകാരനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് ഒരു കുറ്റ്യാടി സ്വദേശിയെ പോലീസ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു. ബിസിനസ്സുകാരന്റെ പരാതി പ്രകാരമായിരുന്നു അറസ്റ്റ്. പോസ്റ്റിട്ടയാൾക്കെതിരെ നേരത്തെ വധഭീഷണി മുഴക്കിയതായി ആരോപണമുണ്ട്. ഇദ്ദേഹത്തെ വിളിച്ച നമ്പറും ചങ്ങരോത്ത് പഞ്ചായത്ത് അംഗത്തെ വിളിച്ച ഫോൺ നമ്പറും ഒന്നു തന്നെയായിരുന്നെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പെൺവാണിഭ കേസിൽ കുടുങ്ങിയത് പരൽ മീനുകളാണെന്നും വൻ സ്രാവുകൾ യഥേഷ്ടം വിഹരിക്കുകയാണെന്നും നേരത്തെ ആരോപണമുണ്ട്. സംഭവം സംബന്ധിച്ച അന്വേഷണം DIG സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരത്തെ ഏറ്റെടുത്തെങ്കിലും ഇപ്പോൾ കാര്യമായ പുരോഗതിയില്ല. ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന രൂപത്തിലുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.